ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ ദേവി ഏതാണ്ട് പിടിക്കപ്പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട്, കമ്പനി ഏതാണ്ട് ബലരാമന്റെ കൈകളിലായി. അങ്ങനെ വരുമ്പോൾ ഈ പ്രോപ്പർട്ടികളെല്ലാം ബലരാമന്റെ പേരിലാകും എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭാവതി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാറ് പോയി, എല്ലാം പോയി, ഇനി ഉള്ള ആ ഒരു വീടും കൂടി പോകുന്ന ഒരു അവസ്ഥയിലാട്ടോ ഇപ്പൊ നമ്മുടെ ചന്ദ്രോത്ത് തറവാട് ഇപ്പൊ നിൽക്കുന്നത്. ആ ഒരു പണവും പ്രതാപവും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മൂക്കുകുത്തി പോകുക. അപ്പൊ നമ്മുടെ പ്രഭാവതി അപ്പൊ തന്നെ പറയുന്നുണ്ട്, ബലരാമന്റെ ഈ ശത്രുത എപ്പോഴാ തുടങ്ങിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ദേവിക ഇവിടെ എപ്പോ കാലുകുത്തിയോ അപ്പം മുതലാണ് ഇത് തുടങ്ങിയത്. ഈ തറവാടിന്റെ നാശം തുടങ്ങിയതും അപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിനുശേഷമാട്ടോ നമ്മുടെ ദേവികയൊക്കെ ശരിക്കും ഇപ്പൊ കുട്ടിക്കളിയാട്ടോ. ആ ഒരു സീരിയസ്നെസ് ഒന്നും അറിയാതെ എന്താ പറയാ, മുറി കിടന്ന് ഒച്ചയെടുക്കുക, നന്ദ എനിക്ക് വിശക്കണു, വേഗം കൊണ്ടുപോവാ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുട്ടിക്കളിയാട്ടോ. അതാണ് ശരിക്കും പറഞ്ഞാല് ഒരു പൊട്ടത്തരം പോലെ തോന്നിയാട്ടെ. ഇത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭയങ്കര കുട്ടിക്കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദൻ ഈ ദേവിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നന്ദൻ അത് സഹിക്കില്ലല്ലോ. നന്ദൻ വേഗം പോയി അടിയിൽ പോയി ചപ്പാത്തിയൊക്കെ എടുത്തു കൊണ്ടുപോകാൻ മുറിയിലേക്ക് പോകാൻ പോകുമ്പോൾ നമ്മുടെ പ്രഭാവതി, നന്ദ ഇത് എങ്ങോട്ടേക്കാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി പ്രഭാവതി എങ്ങാനും നമ്മുടെ നന്ദനോട് മുറിയിലോട്ട് കയറി ശരിക്കും പറഞ്ഞാൽ ദേവികയെ പിടികൂടണം. അത് തന്നെയാ വേണ്ടത് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.